സോ ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കഴിഞ്ഞ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഞാൻ മറ്റേ ഗെയിം പാഡ് ഞാൻ കാണിച്ചത്, ഞാൻ പുതിയതായിട്ട് മേടിച്ച സാധനം. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ അകത്തായിട്ടാണ് കളിക്കുന്നത്, നമ്മുടെ ഇത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഞാൻ നമ്മുടെ ലാൻസർ ഇല്ലേ ഗൈസ്, മിറ്റ്സുബിഷിൻ്റെ ലാൻസർ, അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തെടുത്തു. എനിക്കൊരു 90K കിട്ടിയതാട്ടോ സാധനം. ഞാനാണെങ്കിൽ മോഡിഫൈ ചെയ്തെടുത്തു. ഇപ്പോൾ അത് ഇച്ചിരി വർക്ക് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ഇനിയും ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ അത് സിറ്റി 2-ലാട്ടോ നമ്മുടെ ചേട്ടൻ്റെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇത് നമ്മൾ LC-ൻ്റെ അവിടെ പോയിട്ട് LC അവിടെ ഇട്ടേക്കാൻ ചേട്ടൻ വന്ന് ചേട്ടൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. ചേട്ടൻ പറഞ്ഞു ഞാൻ നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടേക്കാന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല, ഇത് അടച്ചിട്ടുണ്ട്, ഗാരേജ് ഡോർ അടച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേട്ടന് കയറാമല്ലോ. നമ്മുടെ LC കുട്ടൻ സെറ്റുള്ള, ഞാൻ LC-യിൽ മോഡിഫിക്കേഷൻ ചെയ്തില്ല, മറന്നുപോയി ചെയ്യാൻ. ഇതിനെ ഗൈസ് നമ്മുടെ LC ഇച്ചിരി ഗ്രാഫിക്സ് ഇത്തിരി ഒന്ന് കുറച്ചിട്ടേട്ടോ നമുക്ക് ഡിസ്റ്റൻസ് കുറച്ചിട്ടേക്കാം. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗെയിം പാഡിൽ കളിക്കുന്ന കാരണം ഞാൻ ഇങ്ങനെ കുറേ നാൾ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ചെറിയ എവിടെയെങ്കിലൊക്കെ കൊണ്ട് ഇടിക്കും ഗൈസ്. കണ്ടോ, അതിനത് സേവ് ചെയ്തു. വണ്ടിക്ക് ഇച്ചിരി പെട്രോൾ അടിച്ചേക്കാം. സിറ്റി 2 വരെ പോകണ്ടല്ലേ ഗൈസ്. സിറ്റി 2 വരെ പോകുമ്പോഴത്തേക്ക് വണ്ടിയുടെ പെട്രോളൊക്കെ തീരും തോന്നുന്നു. ചേട്ടൻ്റെ ഇച്ചിരി പൈസ കൊടുത്തേക്കാം, ചേട്ടന് പെട്രോൾ അടിച്ച് തന്നു. ഓൺലൈൻ ഡ്രൈവ് ആയിട്ടാണ്, അത് കാരണം ബ്രേക്ക് പിടിച്ച് നമുക്ക് മറ്റേ ഇത് ചെയ്യാൻ പറ്റില്ല. ടാങ്ക് അടിച്ച് കൊടുക്കാം. ഓക്കെ, ടാങ്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. നമ്മൾ ക്യാമറ ഒന്ന് ഇത് ഇട്ടേക്കാം. ഓക്കെ ഗൈസ്, സോ നമുക്കിനി നേരെ നമ്മുടെ സിറ്റി 2-ലോട്ട് വിടാം ഗൈസ്. ഓക്കെ, ഞാൻ സിറ്റി 2-ലൊന്ന് മാർക്ക് ചെയ്യട്ടെ. അവിടെ ബിസിനസ്സിൽ പൈസയൊന്നും ആയിട്ടില്ല, ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഗൈസ് ഉള്ളൂ. അത് കാരണം ഗൈസ് നമ്മളത് ഇവിടത്തെ ആട്ടോ ഗൈസ്, ഇവിടെ അല്ലല്ലോ. ഞാൻ ലൊക്കേഷൻ ഓർക്കണില്ല, ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൊടുത്തു വിട്ടേ ഗൈസ്. അപ്പോൾ അവനെ ഒരു ചേട്ടനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവനാണ് എൻ്റെ ഇത് വണ്ടി എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ആ ചേട്ടനും പിന്നെ ഞാനാണെങ്കിൽ പിന്നെ ചേട്ടനായിട്ട് കമ്പനി ആയി. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വണ്ടി ഓടിച്ച് പോയിട്ടല്ല ഗൈസ് കൊടുക്കുന്നത്, ഞാൻ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. എനിക്ക് വേറെ പരിപാടിയുണ്ട് ഗൈസ്. അപ്പോൾ വേറെ പരിപാടിയായിട്ട് പോയിട്ട് അങ്ങനെ പോകുന്നതായിരിക്കും ഗൈസ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഷോർട്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ചിലതിനൊന്നും 0 വ്യൂസ് ആയിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് പെട്ടെന്ന് ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആക്കി തരുവാണെങ്കിൽ നമുക്ക്, ഞാൻ ഇപ്പോൾ മറ്റേ സ്ട്രീം ചെയ്യുന്നത് എൻ്റെ PC-യിൽ, എനിക്ക് PC-യിൽ കുറച്ച് ലാഗ് അടിക്കും ഗൈസ്. അത് കാരണം ഈ മൊബൈലിലാണെങ്കിൽ പിന്നെ സ്ട്രീം ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ മൊബൈലിലൊക്കെ സ്ട്രീം ചെയ്യുകയാണെങ്കിൽ ഒരു 50 സബ്സ്ക്രൈബേഴ്സൊക്കെ വേണം ഗൈസ്. അത് കാരണം ഇത് പെട്ടെന്ന് 50 സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ടില്ലേ ഗൈസ് നമ്മളത്. ഓക്കെ ഗൈസ്, വണ്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗൈസ് ഗെയിം പാഡ് കളിച്ചിട്ടില്ലാന്ന്. അപ്പോൾ അത് കാരണം വണ്ടി ഇപ്പോൾ കൊണ്ട് ഇടിച്ച് അനി ഫുൾ ആക്സിഡൻറ്റ് കാരണം പതിയെ കൊടുത്തു നമ്മുടെ ഈ വണ്ടീൻ്റെ അകത്ത് നമ്മൾ മോഡിഫൈ ചെയ്യുന്ന കേട്ടോ ഗൈസ്. നമ്മുടെ ചെറുക്കനൊന്ന് മോഡിഫൈ ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ലാൻസർ മോഡിഫൈ ചെയ്യണം, LC ഇത് ചെയ്യണം, എല്ലാം ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് സിറ്റി 2-ലെത്തിയിട്ട് കാണാം ഗൈസ്. നമുക്ക് ഇനി സിറ്റി 2-ലെത്തിയിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ സിറ്റി 2-ൽ ഞാൻ ചേട്ടൻ്റെ വണ്ടിയൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ബൈ. സോ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവിടെ സിറ്റി 2-ൽ നമ്മുടെ ചേട്ടൻ്റെ സ്റ്റോർ പോട്ടെ ഗൈസ്, വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ചേട്ടൻ്റെ ഞാൻ വണ്ടി കൊടുത്ത് വിട്ടിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞു വണ്ടിയും കണ്ട് വീട്ടിൽ ചെന്നേക്കാന്ന് പറഞ്ഞു, വീട്ടിൽ ഇട്ടേക്കാന്ന് പറഞ്ഞു അവിടെ LC. അപ്പോൾ നമ്മുടെ വണ്ടി ഇതിൻ്റെ പുറകിൽ കിടപ്പുണ്ടെന്നാട്ടോ ഗൈസ് പറഞ്ഞത്. ഇതേ ഗൈസ് നമ്മുടെ ഈ കടേൻ്റെ പുറകിൽ കിടപ്പുണ്ട്. അങ്ങനെ പറഞ്ഞത് ഗൈസ്.
പുള്ളിക്കാരും ചേട്ടൻ പറഞ്ഞത് തന്നെ നമ്മുടെ വണ്ടീൻ്റെ അകത്ത് ഇച്ചിരി കൂടി പണി ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെയായാലും ഇത്രയും ചെയ്തില്ല, ഇനിയും നമുക്ക് പണിയെടുത്ത് നമുക്ക് സെറ്റാക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഒന്നും കൂടി മോഡിഫൈ ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ കോട്ട ഇവിടെ നമ്മുടെ സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ റിവീലിങ്ങിലോട്ട് കിടക്കാട്ടോ ഗൈസ്. അപ്പോൾ 3, 2, 1 ഗായ്സ് അവിടെ മോൺസ്റ്റർ എനർജി എന്നും പറഞ്ഞിട്ട് അടിച്ചിട്ട് വെച്ചാൽ കേട്ടോ. ഇത് ചെറിയ ചെറിയ വൈൻഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കണ്ട നമ്മുടെ വണ്ടി കിടക്കണ കണ്ടാ, വണ്ടി കിടക്കുന്ന കണ്ടോ ഗൈസ്. അല്ലെങ്കിൽ പിന്നെ ഇത് വണ്ടി ഭയങ്കര ലോ ആട്ടോ ഗൈസ്. അത് ചെറിയൊരു സീനാണ്, വണ്ടി ഭയങ്കരമായിട്ട് ലോ ആണ്, അതാണ് ചെറിയൊരു സീനുണ്ട്. ഓക്കെ, അത് ചെറിയൊരു പ്രശ്നമാണെന്നാണ് എൻ്റെ ഒരു ഇത്. ആ മിറ്റ്സുബിഷിൻ്റെ ലോഗമൊക്കെ കണ്ട ഗൈസ്. ബാക്കിൽ ലോഗം അടിച്ചില്ല, ബാക്കിലത്തെ ലോഗമൊക്കെ പറിച്ചു കളഞ്ഞ്. ബാക്കിലത്തെ ഒരു രസമില്ല, ബാക്കിൽ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ ഒരു രസം. ഇത് ഓൾ വീൽ ഡ്രൈവ് അല്ല കേട്ടോ ഗൈസ്, റിയൽ വീൽ ഡ്രൈവ് ആണ്. ഓൾ വീൽ ഡ്രൈവ് ആണ് കേട്ടാണ്. അയ്യേ ഗൈസ്, ഞാൻ ഇതിനകത്ത് ഓൾ വീൽ ഡ്രൈവ് ഇട്ടു. ചിലപ്പോൾ ഇപ്പോൾ റിയൽ വീൽ ഡ്രൈവ് ബേൺ ഔട്ട് ചെയ്താലോ. ഓ ഗൈസ്, ഞാൻ ടെർബോ വെച്ചിട്ടില്ല. ടെർബോ ഒക്കെ നമുക്ക് അടുത്ത വർഷത്തിൽ കൊണ്ടുപോകണം. കാരണം ഇവിടെ നമ്മുടെ റാപ്പും പരിപാടിയൊക്കെ ഉള്ളൂ. പിന്നെ ബമ്പർ മാറ്റുക ആ പരിപാടിയൊക്കെയാണ് ഇവിടെ. അപ്പോൾ അതെ നമ്മുടെ വണ്ടി ഇതേ പുറത്തോട്ട് ഇറക്കാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതെ നമ്മുടെ സിറ്റി 2 ഏതെങ്കിലും ഒരു നല്ല സ്പോട്ടിൽ പോകാം. ഇവിടെ പോകാമല്ലോ. ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ ഗേസ്. ഇവിടെ നല്ലൊരു സ്പോട്ടാണ് ഗേസ്. നല്ല എന്താ ഭംഗിയുള്ള സ്പോട്ടാണ്. അങ്ങോട്ടേക്ക് പറപ്പിക്കാൻ ഗേസ്. വണ്ടിയുടെ സൗണ്ട് എങ്ങനെയുണ്ട് ഗേസ്? ചെറിയ റോഡാണ്, ഇടിക്കാണ്ട് കൊണ്ടുപോകണം ഗേസ്. നമുക്ക് വണ്ടി ഓടിച്ചിട്ടില്ല, ആകെ 5 മൈലെങ്ങാണ്ട് ഓടിച്ചില്ല. അത് ആ മേടിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓടിച്ചതാണ്. ഇനി ചിലപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചിലപ്പോൾ ഈ വണ്ടി വെച്ചിട്ടായിരിക്കും കേട്ടോ ഗേസ്. നേരത്തെ ആദ്യം ഞാൻ എടുത്തുകൊണ്ടിരുന്ന നമ്മുടെ സൂപ്പറാ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ സിവിക്ക്, അത് കഴിഞ്ഞിട്ട് LC, ഇനി ചിലപ്പോൾ ഇതായിരിക്കും. വണ്ടി ഇടിച്ചിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ കൊണ്ടേ കൊടുക്കാം. നോക്കട്ടെ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കട്ടെ. ചില്ല് പൊട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡാമേജ് ഇല്ല, കാരണം ഞാൻ ഈ പെയിന്റ് അടിച്ചേക്കണം എന്തിൻ്റെ മേളിലാണെന്ന് അറിയാമോ. ഗ്ലാസ് പൊട്ടിയതെന്ന് കാരണം എന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യമാണ്. നമ്മുടെ ഇത് പൊട്ടാത്തതിൻ്റെ വണ്ടിയുടെ ബമ്പറിനൊന്നും പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കാർബൺ ഫൈബർ, ബോഡി ഫുള്ള് കാർബൺ ഫൈബറാണ്. കാർബൺ ഫൈബറിൻ്റെ അകത്ത് ഈ പെയിന്റ് അടിച്ച് വെച്ചേക്കണേ. അയ്യോ വണ്ടി തിരിച്ചു. നമുക്കിത് അങ്ങോട്ടേക്കൊന്ന് ഇറക്കാം വെയിറ്റ്. വണ്ടി ഒന്ന് ദിവസത്തെ വണ്ടിക്ക് നല്ല പവർ കൂടിയിട്ട് ഇത് സ്റ്റെപ്പല്ലേ അൾട്രാ ലോഡ് കാറ് പ്ലസ് സ്റ്റെയേഴ്സ് നോക്കാം. ഇതിലൊക്കെ തനി കഴപ്പെന്ന് പറയത്തുള്ളൂ. കുഴപ്പമില്ല ഗൈസ്, വണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് അടി വരണം. നമുക്ക് ഈ ഒരു വ്യൂ കിട്ടിയില്ല ഗൈസ്, അത് മതി. നമുക്ക് ഇനിയും താഴത്തോട്ട് പോകണ്ട, ഇനി താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. നമുക്കിത് ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ടേക്കാം. ഈ ഇരിക്കുന്ന സാധനത്തിൻ്റെ ഇവിടെ നിന്ന് എൻ്റെ കറക്റ്റ് കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വണ്ടി ഇടിച്ചിട്ടില്ലല്ലോ. ഓക്കെ, സെറ്റ് പാർക്ക് ചെയ്തിട്ടേക്കാം. അത് എൻ്റെ അടുത്ത് കുറച്ച് വണ്ടി ഓഫാക്കണ്ട.
കറുപ്പ് കാല. ഏതാല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ വീഡിയോ, ഈ ചെറിയൊരു വീഡിയോ ഇത്ര ആട്ടോ ഗൈസ് ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. നമ്മുടെ ആൻസറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തൊക്കെയായാലും ബൈ.